ആദ്യം മുതൽ പറയാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവഃ 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 മാമകാഃ പാണ്ഡവാശ്ചൈവ മാമകാഃ പാണ്ഡവാശ്ചൈവ മാമകാഃ പാണ്ഡവാശ്ചൈവ മാമക ദീർഘം വേണം. മാമകാഃ പാണ്ഡവാ മാമകാഃ പാണ്ഡവാശ്ചൈവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ കിമകുർവത സഞ്ജയ കിമകുർവത സഞ്ജയ. ഇവിടെ സഞ്ജയൻ്റെ കാര്യം ഞാൻ മുമ്പേ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സഞ്ജയൻ അസാമാന്യമായ ബുദ്ധിവൈഭവവും നിരീക്ഷണ പാടവവുമുള്ള ആളാണ്. സഞ്ജയനാവട്ടെ പാണ്ഡവർക്കും കൗരവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനും സർവസമ്മതനുമാണ്. അപ്പോൾ സർവസമ്മതന്മാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള രണ്ട് പാളയത്തിലും ചെന്ന് ദൂത് പറയാനോ അല്ലെങ്കിൽ രണ്ട് പാളയത്തിലും ചെന്ന് ഉപദേശങ്ങൾ നൽകാനോ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അർജുനൻ ഒന്നാമത്തെ അധ്യായത്തിൽ ഇവിടെ അർജുന വിഷാദ യോഗത്തിൽ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ചോദ്യങ്ങളും അല്ലെങ്കിൽ അയാൾ ഉന്നയിക്കുന്ന വാദങ്ങളും സഞ്ജയൻ്റെതാണെന്ന് പറയേണ്ടി വരും. കാരണം സഞ്ജയൻ ഈ വനവാസകാലത്ത് ഇവരെ ഒറ്റപ്പെട്ട് ഇവർ നടക്കുന്ന കാലത്ത് ഇവരെ പോയി കാണുകയും യുദ്ധം എന്തെല്ലാം കെടുതികൾ വരുത്തും, നിങ്ങൾ ബന്ധുക്കളല്ലേ, ഇങ്ങനെ പോരടിക്കാമോ എന്ന് ചോദിച്ച് എന്തൊക്കെ വാദങ്ങളാണോ സഞ്ജയൻ പാണ്ഡവരോട് പറഞ്ഞത്, അത് അർജുനൻ കേട്ട് അർജുനൻ്റെ ഉള്ളിൽ ഒരു വളരെ അത്ഭുതകരമായ അല്ലെങ്കിൽ എന്താ പറയുക ഒരു യുദ്ധത്തിനൊട്ടും നിരക്കാത്ത തരത്തിലുള്ള ഒരു മാനസിക അവസ്ഥ വന്നു ചേരുകയാണ്. അർജുനൻ്റെ ഉള്ളിൽ ഈ ശരി സഞ്ജയൻ പറഞ്ഞതാണ് ശരി എന്നൊരു ചിന്ത വരികയാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് നമുക്കും സംഭവിക്കും. നമ്മൾ കുറേ കൂട്ടുകാരോട് നടക്കുകയാണ്. അപ്പോൾ ആ കൂട്ടുകാർ ഏത് തരത്തിലുള്ള മനസ്ഥിതി ഉള്ളവരാണോ അവരുടെ ഭാഷണങ്ങളും അവരുടെ രീതികളും അവരുടെ ആഹാരവും അവരുടെ നിരന്തരം പരിഹാസങ്ങളോ അല്ലെങ്കിൽ തമാശകളോ നിരന്തരം കേട്ട് അവരുടെ ലോകമാണ് ശരിയായ ലോകമെന്ന് ഏതൊരു ബുദ്ധിയുള്ളവനും അറിയാതെ തോന്നിപ്പോവും. അതുകൊണ്ടാണ് സത്സംഗം വേണമെന്ന് പണ്ടുള്ളവർ പറയുന്നത്. സത്സംഗം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പരമാത്മാവുമായിട്ടുള്ള യോജിപ്പാണ്, പരമാത്മ മോക്ഷത്തെയാണ് സത്സംഗം എന്ന് പറയുന്നത്. പക്ഷേ പരമാത്മാവിൽ ചേരലാണ് സത്സംഗം. സദ്വസ്തു ഒന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ സത്സംഗം സാമാന്യേന പറഞ്ഞാൽ നല്ലവരുമായി ചേരുക, നല്ല വ്യക്തികളുമായി ചേരുക എന്ന് പറയുമ്പോൾ അവിടെ എന്തിനാണ് അങ്ങനെ ചേരുന്നതെന്ന് ചോദിച്ചാൽ ഒരുവൻ്റെ ചിന്താമണ്ഡലത്തെ രൂപപ്പെടുത്തുന്നതിൽ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കൂട്ടുകെട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. ആരോടൊപ്പം ഒരു ദിവസത്തിൽ ഏറിയ കൂറും ചെലവഴിക്കുന്നു അല്ലെങ്കിൽ ആ ചെലവഴിക്കുന്നതിൽ ആക്റ്റീവായി ബോധപൂർവം പങ്കെടുക്കുന്നു, അതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ ഒരാൾ ജിമ്മിൽ പോയി 10 മാസം ജിമ്മിൽ പോയി, മസിലൊന്നും വന്നില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്തുവാണ് ഈ ജിമ്മിൽ എല്ലാ ദിവസവും പോകുന്നല്ലോ, എന്നും പോയിട്ട് നിനക്ക് എന്താണ് മസിൽ വരാത്തത്? ഞാൻ ജിമ്മിൽ പോകണമെന്നല്ലേ പറഞ്ഞോളൂ, ഞാൻ അവിടെ പോയിരിക്കും, അപ്പോൾ എല്ലാവരും കളിക്കുന്ന കാണും, കമ്പനി അടിക്കും, അവരോടൊപ്പം ചായ കുടിക്കും, കഴിഞ്ഞാൽ തിരിച്ചു പോരും. അങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഗുരുവിനോടൊപ്പം കൂടി ഗുരു പറയുന്നത് കേൾക്കണം, ഗുരുവിൻ്റെ മണ്ഡലത്തിൽ ജീവിക്കണം, ഉപദേശം പ്രാവർത്തികമാക്കണം, ഉപദേശം മനനം ചെയ്യണം. അങ്ങനെ ജീവിച്ചാലേ ചിന്താമണ്ഡലത്തിൽ മാറ്റം വരുള്ളൂ. അല്ലാണ്ട് ഗുരു അങ്ങനെയാണ് ശങ്കരാചാര്യരുടെ ചെരുപ്പിന് മോക്ഷം കിട്ടില്ലേ? ആദിശങ്കരർ ഉപയോഗിച്ച മെതിയടിക്ക് മോക്ഷം കിട്ടിയിട്ടില്ല. എന്താ കാരണം? നിരന്തരം പാതുക ദീക്ഷ കൊടുത്തിട്ടും അത് ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ് പാതുകത്തിനില്ലായിരുന്നു. അതുപോലെ ഗുരുവിൻ്റെ സാമീപ്യത്തിലുണ്ട് എന്നതുകൊണ്ട് ഗുരുവിൻ്റെ ചിന്താമണ്ഡലം നന്നായിക്കോണമെന്നൊന്നുമില്ല. അവൻ അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തും? ഗംഗയുടെ തീരത്തിരുന്ന് ദാഹിച്ച് മരിക്കുന്നവരില്ലേ, വിഡ്ഢികളായ ചിലർ. ഗംഗ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, കരയിലിരുന്ന് ദാഹിച്ച് കരയുകയും മരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഗുരു സമീപത്തുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ അറിയാത്തവനെ സംബന്ധിച്ച് അത് വെറും എന്താ പറയുക പാഴ്വസ്തു മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂട്ടുകെട്ടെന്ന് പറയും. ഇവിടെ എന്തുകൊണ്ടാണ് സഞ്ജയനെ ഒരു തരത്തിൽ പറഞ്ഞാൽ മിമിക്ക് ചെയ്യാണ് അർജുനൻ. സഞ്ജയൻ്റെ വാക്യങ്ങളെ ഇത് വലിയ സത്യമാണെന്ന രീതിയിൽ എടുത്തിട്ട് പാഞ്ചാലിക്ക് നേരിട്ട അപമാനത്തെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങൾക്ക് നേരിട്ട ആപത്തുകളെ, ദുര്യോധനാദികളുടെ കയ്യിൽ നിന്നുണ്ടായ ആപത്തുകളെ, അവർ പലതവണ വധിക്കാൻ ശ്രമിച്ചതിനെ എല്ലാം പുറത്തു കൊടുക്കാനുള്ള മനസ്ഥിതി എങ്ങനെ വന്നു? ഇപ്പോൾ പറഞ്ഞാൽ തമാശയെ തോന്നുമെങ്കിൽ അക്കാലത്തെ ഗാന്ധിജിയുടെ പണിയാണ് സഞ്ജയൻ എടുത്തത്. കുറ്റം പറയല്ല. കാരണം ഹിന്ദുക്കളോട് എല്ലാം സഹിക്കൂ, പൊറുക്കൂ, മറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗാന്ധിയൻ സിദ്ധാന്തം അറിയാതെ അർജുനനും ഏറ്റു പറയുകയാണ്. ഒന്നാമത്തെ അധ്യായം മുഴുവൻ സത്യം പറഞ്ഞാൽ ഈ പല യുക്തിവാദികളും ഈ അർജുനൻ്റെ വാദങ്ങൾ നോബൽ പ്രൈസ് കൊടുക്കേണ്ടതാണെന്ന് പറയുന്ന ആളുകളാണ്. സമാധാനത്തിനുള്ള
പല സമാധാനത്തിൻ്റെ നോബലും കിട്ടിയിരിക്കുന്നത് 10,000-കണക്കിന് സാധുക്കളുടെ ശവത്തിൻ്റെ മേലെയാണ്. കാരണം അവിടെ എല്ലാ അക്രമങ്ങളും സഹിച്ച ഒരു ജനതയുണ്ടായിരിക്കും. എല്ലാ അക്രമങ്ങളും അധർമ്മവും സഹിച്ച് മരിച്ച, നീതി കിട്ടാത്ത ഒരു വലിയ ജനതയുടെ മേലെ കയറി നിന്നിട്ട് ഞാൻ സമാധാനം ഉണ്ടാക്കിയെന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ പ്രൈസ് കൊടുക്കുന്നതെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെ തിരിച്ചടി എന്നതിൻ്റെ സാധ്യതയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് അർജുനൻ ചെയ്യുന്നത്. അത് കേവലം അർജുനൻ്റെ ചിന്തയാണോ എന്ന് ചോദിച്ചാൽ അർജുനൻ്റെ ചിന്തയല്ല. അർജുനൻ്റെ പാളയത്തിലേക്ക്, പാളയെന്ന് പറഞ്ഞുകൂടാ, അർജുനൻ്റെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ പാണ്ഡവരുടെ പക്ഷത്തിലേക്ക് ഇടയ്ക്കിടെ വന്ന് സംസാരിക്കാറുള്ള സഞ്ജയൻ അമ്മാവൻ്റെ പണിയാണിതൊക്കെ എന്ന് വേണമെങ്കിൽ ബുദ്ധിയുള്ളവർക്ക് നിരീക്ഷിക്കാവുന്നതാണ്. കാരണം സഞ്ജയൻ്റെ വാക്യങ്ങൾ അതേപടി ആവർത്തിക്കുക മാത്രമാണ് അർജുനൻ ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ. ഇത് ആർക്കറിയാം? ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന പരമാത്മാവായിരിക്കുന്ന കൃഷ്ണന്, ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം അറിയാം, കൃഷ്ണൻ അറിയാം. അപ്പോൾ പൊതുവേ ഹിന്ദുക്കൾ, ഞാൻ മുമ്പേ പറയും, ഹിന്ദുക്കളുടെ ഒരു ക്ഷാത്രധർമ്മമാണ് പൊതുവേ. അതിൽ ബ്രാഹ്മണ്യം വളരെ ചുരുക്കമാണ്. ഹിന്ദുക്കളുടെ ധർമ്മം പാരമ്പര്യ രീതിയ അടിക്ക് തിരിച്ചടി എന്നുള്ളതാണ്. അത് മറന്ന് ഹിന്ദുക്കൾ അടിമകളെപ്പോലായി പോകുന്നപ്പോഴാണ് ഇതുപോലെ സഞ്ജയവാക്യങ്ങൾ ഹിന്ദുക്കൾ മനസ്സിൽ പേറി നടക്കുകയാണ്. മറുപക്ഷമായ ഭഗവാൻ, എല്ലാം അറിയാവുന്ന ഭഗവാന്റെ ഒരു യുദ്ധക്കളത്തിലെ കാഴ്ചകൾ മാത്രം തിരിച്ചറിയാവുന്ന, അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിലെ കാഴ്ചകൾ മാത്രം സൂക്ഷ്മമായി അറിയാവുന്നവനാണ് സഞ്ജയൻ. എന്നാൽ ലോകത്തിലെ സകല മനസ്സുകളെയും ഒരേപോലെ വീക്ഷിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന പരമാത്മാവാണ് ശ്രീകൃഷ്ണൻ. നമ്മൾ സഞ്ജയൻ്റെ വാക്യങ്ങളെ ഉൾക്കൊള്ളുകയും ശ്രീകൃഷ്ണൻ്റെ വാക്യങ്ങളെ തള്ളിക്കളയുകയും ചെയ്യുന്നത് നമ്മുടെ അധപ്പതനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. 21-ാം നൂറ്റാണ്ടിലെത്തി നിൽക്കുന്ന ഹിന്ദുവിൻ്റെ പതനത്തിൻ്റെയും വീഴ്ചയുടെയും പതർച്ചയുടെയും എല്ലാം കാരണം സഞ്ജയവാക്യങ്ങൾ കേൾക്കുകയും ശ്രീകൃഷ്ണവാക്യം തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ്. സഞ്ജയൻ ഇത് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഉള്ളിലുള്ള തോന്നൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് എന്താണ് അവിടെ ചിന്തിക്കുന്നത്? സഞ്ജയൻ ഇത് പറയുകയാണ്, എന്ത്? യുദ്ധം വേണ്ട, യുദ്ധം വന്നാൽ നിങ്ങൾ രണ്ടു കൂട്ടർ നശിക്കുകയുള്ളൂ, യുദ്ധം കൊണ്ട് ആർക്കും യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല, യുദ്ധം കൊണ്ട് ശാന്തി ഉണ്ടാവുകയില്ല എന്നൊക്കെ ഉള്ള വാക്യങ്ങൾ പറഞ്ഞ് നിരന്തരം ഇത് ഒരു സമ്പർക്കമായി അർജുനൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അർജുനൻ നല്ലവനും, അർജുനൻ പറയുന്ന വാക്യങ്ങൾ ശാന്തിയുടെ ദൂതും, ശ്രീകൃഷ്ണ അധർമ്മിയും, ശ്രീകൃഷ്ണ അനീതി പറയുന്നവനും, ശ്രീകൃഷ്ണ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നവനുമായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു അർജുനനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യമല്ല, മറിച്ച് 10,000-കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ഹിന്ദുക്കളെ നിർജീവ ശവങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലമോ മുഗളന്മാർക്കും പോർച്ചുഗീസുകാർക്കും ഇനി അതിലും കാടത്തമേറിയവർക്കും എല്ലാം എളുപ്പത്തിൽ വെട്ടാൻ തല നീട്ടിക്കൊടുക്കുന്ന ഒരു മൃഗമായി ഹിന്ദു അധപ്പതിച്ചു. നമ്മളെല്ലാം മനസ്സിലാക്കി. ഞാനീ പറയുന്നത് എന്തുകൊണ്ടോ പരശുരാമൻ്റെ ധർമ്മമാണ് എൻ്റെ ധർമ്മം. ആ പരശുരാമൻ്റെ ധർമ്മം ശാന്തി ദൂത് പറയുക എന്നുള്ളതല്ല. അച്ഛനെ കൊന്നവനെ, അവൻ്റെ കുലത്തെ 21 തവണ, കാരണം അച്ഛനെ കൊന്ന സമയത്ത് അമ്മ 21 തവണ നെഞ്ചത്തടിച്ച് രേണുകാദേവി നിലവിളിച്ചു എന്നാണ്. ശരി, എൻ്റെ അമ്മയുടെ നെഞ്ചത്ത് അമ്മ ഭർത്തൃവിയോഗം കൊണ്ട് ദുഃഖത്തിൽ 21 തവണ നെഞ്ചത്തടിച്ചു അല്ലേ? ശരി, എൻ്റെ അമ്മ 21 തവണ നെഞ്ചത്തടിച്ചപ്പോൾ നിൻ്റെ ഒക്കെ കുലത്തെ ഞാൻ 21 തവണ പരമശിവൻ നൽകിയ വെൺമഴുകൊണ്ട് കൊന്നൊടുക്കിയിട്ട് ആ രക്തത്തിൽ ഞാൻ തർപ്പണം ചെയ്യും എന്ന് ശപഥമെടുക്കുകയും ആ ശപഥം അതുപോലെ വാക്ക് തെറ്റിക്കാതെ പാലിച്ചവനുമാണ് ആര്? പരശുരാമൻ. ഇത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈ അങ്ങനെയല്ലേ പറയുക, നൂതന തലമുറ ജെൻ സിയോട് പറഞ്ഞവർ പറയും, ഇതെന്താണ് ഇയാളിങ്ങനെ, ഇയാളൊരു അവതാരമാണോ പരശുരാമൻ? ഇങ്ങനെയൊക്കെ ക്രുദ്ധനാവാമോ? അച്ഛനല്ലേ കൊന്നുള്ളൂ, അച്ഛന്മാരെത്ര കിടക്കുന്നു ബാക്കി അല്ലേ? അതല്ലേ പുതിയ തലമുറ. അച്ഛനെയല്ലേ കൊന്നുള്ളൂ, ഒരച്ഛനെ കൊന്നതിന് എന്തിനിടെ നീ 21 തവണ? അപ്പോൾ അവർക്ക് എന്തറിഞ്ഞുകൂടാ? അച്ഛൻ വാക്കാണെന്ന് അറിഞ്ഞുകൂടാ. എന്നെ പ്രതികരണമില്ലാത്ത മൂകനാക്കി മാറ്റുന്ന, എൻ്റെ വാക്കിൻ്റെ വേരറുക്കുന്ന ക്ഷത്രിയരെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അധർമ്മികളായ രാജാക്കന്മാരെ, അധർമ്മികളായ ഭരണകർത്താക്കളെ, അധർമ്മികളായ ശേമുഷിയും കൈക്കരുത്തുമുള്ളവരെ
കേവലം ബ്രാഹ്മണനായ ശാരീരിക ക്ഷമത അവരെക്കാൾ കുറവായിട്ടുള്ള ഒരാളുടെ ഇച്ഛാശക്തി കൊണ്ട് നേരിടാം എന്ന് പഠിപ്പിച്ച വലിയ ഗുരുവാണ് പരശുരാമൻ, വലിയ അവതാരമാണ് പരശുരാമൻ. അപ്പം ഇതിൽ ഈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂഭാരം നീക്കാനാണ് മഹാവിഷ്ണു അവതരിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഓരോ തവണയും ആരാണോ ഭൂമിക്ക് ഭാരമായി തീരുന്നത് അവരെ ഹനിച്ചിട്ട് ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ് മഹാവിഷ്ണുവിൻ്റെ അവതാര ലക്ഷ്യങ്ങൾ. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ പറഞ്ഞത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി എന്ന് പറയാൻ കാരണം, ധർമ്മത്തിൻ്റെ ഗ്ലാനി എപ്പോഴാണോ സംഭവിക്കുന്നത്, പിന്നെ അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം ഉയരുന്നത്, അപ്പോൾ അതിനെ അമർച്ച ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണനും ചെയ്തിരിക്കുന്നത് എന്താണ്, അവിടെ ആരാണ് ഭരണം കൈയാളുന്നത്, ദുര്യോധനാണ്. ആർക്കാണ് ശക്തി, ദുര്യോധനാണ്. ആർക്കാണ് പടയുള്ളത്, ദുര്യോധനാണ്. ആർക്കാണ് ആൾബലം കൂടുതൽ, ദുര്യോധനാണ്. ശരി, അവനെ കൊല്ലണം. ശ്രീരാമൻ രാജാവിൻ്റെ മകനായി ക്ഷത്രിയനായി ജനിച്ചു, അപ്പോഴും കൊന്നത് മറ്റൊരു രാജാവിനെ തന്നെയാണ്. എന്താ കാരണം, തന്നേക്കാൾ 10 100 1000 ഇരട്ടി ശക്തിയുള്ള രാവണനെയും ആരാണോ ഓരോ കാലത്ത് ഭൂമിയെ ഭരിക്കുകയും ഭരിച്ച് ദുഷിപ്പിക്കുകയും ധർമ്മത്തെ ചോദ്യം ചെയ്യുകയും ഭാര്യയെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത്, അവരെ ഹനിക്കുക. അതാണ് മഹാബലി ദാനം ചെയ്ത് പ്രശസ്തനാവാൻ നോക്കി. അന്നത്തെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കൂട്ടായിരുന്നു മഹാബലിയുടെ ചില കഥകളൊക്കെ. തനിക്ക് ദാനത്തിലൂടെ പ്രശസ്തനാവണം എന്നുള്ളൊരു ചിന്ത തെറ്റല്ല. ഇപ്പോൾ ഇന്നത്തെ കലിയുഗത്തിൽ അപ്പോൾ അങ്ങനെ ദാനം ചെയ്താലും തെറ്റ് പറയാൻ പറ്റില്ല. കാരണം പേരിനെങ്കിലും വേണ്ടി ഒരാൾക്ക് 10 രൂപ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ആശ്വസിക്കാൻ മാത്രമേ കലിയുഗത്തിൽ പറ്റുള്ളൂ. പേരിനാണെങ്കിൽ പേരാശ കൊണ്ടാണെങ്കിലും 10 രൂപ കൊടുക്കുന്നല്ലോ എന്ന് ചിന്തിച്ച് അതിനൊന്നും വിമർശിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രം. അന്നത്തെ കാലത്ത് മഹാബലിക്ക് പേരാശയുണ്ടായിരുന്നു. താൻ ചക്രവർത്തിയാണ്, തനിക്ക് ദാനം ചെയ്ത് പ്രശസ്തനാവണം, ദാനം അത് രാജസ ദാനമാണെന്ന് ഗീത തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കിണ്ടി അമ്പലത്തിലേക്ക് കൊടുത്ത് അതിൻ്റെ പുറത്ത് പോലും പേരെഴുതുന്ന ആ ഒരു സ്വാർത്ഥമതികളുടെ വലിയ രൂപമായിട്ടാണ് മഹാബലിയെ കാണുന്നത്. അപ്പോൾ അപ്പോഴും രാജാവിനെതിരാണ്, അപ്പം ഭരിക്കുന്നതിനെതിരാണ് വാമനൻ വന്നത്. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലും പ്രബലൻ്റെ ശത്രുവായിട്ട്, പ്രബലൻ്റെ എതിർകക്ഷിയായിട്ട്, അനവധി ജനങ്ങളെ ചവിട്ടി പതിക്കുന്ന പ്രബലൻ്റെ എതിർകക്ഷിയായിട്ട് ഭഗവാൻ വരും എന്നുള്ളതാണ്. അത് വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ എതിർക്കണ്ട, അങ്ങനെ നിങ്ങൾ എതിർക്കാൻ പുറപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന പക്ഷമാണ് ഇപ്പോൾ ഇടതുപക്ഷമെന്നോ അങ്ങനെയൊക്കെ പല പേരിൽ വരുന്ന ഇടത് എന്ന് പറയുന്ന ലെഫ്റ്റ് ലിബറൽ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഹിന്ദുക്കളുടെ പ്രതികരണശേഷിയെ അക്രമമായി ചിത്രീകരിക്കുക, ഒരു കാരണവശാലും തല പൊക്കാതിരിക്കുക, അവരെ ചവിട്ടി മെതിക്കുക, അതിന് നൂതനമായ ചില ആശയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇവിടെയും പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ആദ്യത്തെ ശ്ലോകം അതാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമകാഃ പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. ഇതാണ്, എന്താണ് അവർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ധൃതരാഷ്ട്രരുടെ ചോദ്യം കൂടിയാണിത്. അവരെന്ത് ചെയ്തു? കുരുക്ഷേത്രം ധർമ്മഭൂമിയാണെന്നാണ് പറയുന്നത്. ഇത് ധർമ്മക്ഷേത്രം എന്ന് പറയാൻ കാരണം, കുരുക്ഷേത്രത്തിൽ കേവലം ഒന്ന് പോയി നിന്നാൽ തന്നെ അവിടെ ധർമ്മബുദ്ധി ഉദിപ്പിക്കും. അത്തരത്തിലുള്ള ധർമ്മക്ഷേത്രമാണ് ഇവിടം കുരുക്ഷേത്രം. ഇവിടെ ധർമ്മമേ ജയിക്കൂ. അങ്ങനെയാണ്. ഓരോ ഭൂമിക്ക് ഓരോ പ്രത്യേകതയുണ്ടല്ലോ. ഓഷോ രജനീഷ് 80കളിൽ ഭാരതം വിട്ട് അമേരിക്കയിലേക്ക് കുടിയേറി, ഓറിഗോണിലേക്ക് കുടിയേറിയിട്ട് അവിടെ ഓറിഗോൺ എന്ന മൊത്തം സ്റ്റേറ്റ് തന്നെ വാങ്ങി അവിടെ പിന്നെ സ്വതന്ത്രമായ ഒരു ആശ്രമം, കമ്മ്യൂൺ സൃഷ്ടിക്കുകയും അവിടെ അദ്ദേഹത്തിന് തോന്നിയ പോലൊക്കെ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ സമയത്ത് അദ്ദേഹം ഭാരതത്തെ കളിയാക്കിയിട്ടുണ്ട്. ഭാരതത്തെയും ഇവിടുത്തെ ആചാരങ്ങളെയും ഇവിടുത്തെ ദേവതാ സങ്കല്പങ്ങളെയും ഗുരുക്കന്മാരെയും ഒക്കെ കളിയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ അമേരിക്ക ശരിക്കും ട്രീറ്റ് ചെയ്ത് വിട്ടു. ഓറിഗോൺ നശിപ്പിച്ചു. അദ്ദേഹത്തിന് 22 രാജ്യങ്ങളിൽ ഫ്ലൈറ്റ് ഇറക്കാൻ അനുമതിയില്ലാതെ, ഇന്ധനം നിറയ്ക്കാൻ അനുമതിയില്ലാതെ അദ്ദേഹത്തെ പറപ്പിച്ചു വിട്ടു. അങ്ങനെ ഒരു രാത്രി അദ്ദേഹം പോർച്ചുഗലിലെത്തി. പോർച്ചുഗൽ അനുമതി കൊടുത്തു. പോർച്ചുഗലിൽ അദ്ദേഹം വിശ്രമിച്ച ആ രാത്രി അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്, അത് നരകമായിട്ട് എനിക്ക് തോന്നിയെന്ന്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഭാരതം എത്ര മഹത്തരമായൊരു രാജ്യമാണ്, ആത്മീയതയുടെ യോഗത്തിൻ്റെ തരംഗങ്ങളാണ് ഭാരതത്തിലേറെയും. ദാരിദ്ര്യവും വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുവന് ആത്മീയമായി ചിന്തിക്കുന്ന ഒരുവന് സ്വർഗം ഭാരതം തന്നെയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും 85 മറ്റോ ഭാരതത്തിൽ തിരിച്ചു വരികയും ചെയ്തു അദ്ദേഹം.
ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടം ധർമ്മക്ഷേത്രമാണ്. ഈ ഭാരതം, ഈ ഭൂമിക്ക് പ്രത്യേകതയുണ്ട്. ഇത് യോഗഭൂമിയാണ്. അതേസമയത്ത് അമേരിക്കയിൽ വളരെയധികം സമ്പത്തും സമ്പന്നതയും ഒക്കെ ഉണ്ടെങ്കിലും അത് ഭോഗഭൂമിയാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടായാൽ മതി. അതാണ് ഇവിടെ ഈ കുരുക്ഷേത്രത്തെ പറ്റിയും പറഞ്ഞത്. ഓരോ ഭൂമിക്ക് ഓരോ രാശിയുണ്ടല്ലോ. അപ്പോൾ കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമാണ്, അത് സാധാരണ ഇടമല്ല. അത് ഹേ സഞ്ജയ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ യുയുത്സവ സമവേത മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത. ഇതാണ് അന്വയം. ഹേ സഞ്ജയ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ യുയുത്സവ മമകാ പാണ്ഡവാശ്ച ഏവ. അതങ്ങനെ ശരി തന്നെയാണ്. പക്ഷേ ഗൃഹസ്ഥരല്ല ഭാഷ്യം പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഭാഷ്യത്തിൻ്റെ പ്രയോജനം മോക്ഷമാണ്. അപ്പോൾ ഗൃഹസ്ഥർ കുലദേവത ആരാധന ചെയ്യാതെ വേദാന്തം മാത്രം പഠിച്ചാൽ, ഭാഷ്യം ഞാൻ പറഞ്ഞില്ല, വേദാന്തം എന്നായിരിക്കും പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ശാങ്കര ഭാഷ്യത്തിൽ ബ്രഹ്മസൂത്രമൊക്കെ ആയിരിക്കാം. കുലദേവത ആരാധന ചെയ്യാതെ ഭാഷ്യം പഠിക്കാൻ പുറപ്പെട്ടാൽ കുലമില്ലാതാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയല്ല. ഞാൻ കുലദേവത ആരാധനയെയും ലളിതാ സഹസ്രനാമത്തെയും ദേവി മഹാത്മത്തെയും സുന്ദരകാണ്ഡത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളെന്ന നിലയ്ക്ക് എൻ്റെ ശിഷ്യർക്ക് ഇത് പഠിക്കാം എന്നാണ് അതിൻ്റെ വ്യംഗ്യം. കാരണം നിങ്ങളെല്ലാവരോടും ഞാൻ അതത് കാലത്ത് അവനവൻ്റെ കുലദേവതയെ ആരാധിക്കാൻ സുഷ്ഠുവായി പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്കിത് പഠിക്കാം, തെറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഭൂമിയിലാണ് ഒരു കൂടി ചേർന്നിരിക്കുന്നത്. അന്വയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പശ്ചാത്തലമാണ്. ഈ പശ്ചാത്തലമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് വീണ്ടും സഞ്ജയൻ അതിന് മറുപടി പറയുകയാണ്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഇവിടെ സഞ്ജയൻ മറുപടിയായിട്ട് പറയുകയാണ്, പാണ്ഡവന്മാരുടെ പാണ്ഡവന്മാരുടെ സേനയെ കണ്ടിട്ട് ദൃഷ്ട്വാതു പാണ്ഡവാനീകം. പാണ്ഡവന്മാരുടെ സേനയെ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ അത് വെറുതെ കാണുകയല്ല, പാണ്ഡവന്മാരുടെ സേനയെ വിലയിരുത്തിയിട്ടെന്ന് വേണം പറയാം. കാരണം ഒരു രാജാവിൻ്റെ, ഒരു യോദ്ധാവിൻ്റെ ദൃഷ്ടിയിൽ വെറുതെ ചുമ്മാ അവരുടെ സൈന്യം കണ്ടു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷെ ഇവിടെ ഭാഷയിൽ ദൃഷ്ട്വ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ പല സൂക്ഷ്മാർത്ഥമുണ്ട്. കാരണം ചുമ്മാ പോയി കാണുകയല്ല ദുര്യോധനൻ ചെയ്തത്. ദുര്യോധനൻ അവിടെ നന്നായിട്ടത് പഠിച്ചു എന്നർത്ഥം. അതാണ് ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം. വ്യൂഢം എന്ന് പറഞ്ഞാൽ ചമയ്ക്കപ്പെട്ടിട്ടുള്ള വരിവരായി, അതായത് കൃത്യമായിട്ട് എങ്ങനെയാണോ യുദ്ധം ചെയ്യേണ്ടത് ആ ഓർഡറിൽ നിർത്തിയിരിക്കുകയാണ് സൈന്യത്തെ, പാണ്ഡവന്മാരുടെ. അതിനെ കണ്ടിട്ട് അപ്പോൾ തഥാ രാജാവായ ദുര്യോധനൻ എന്ത് ചെയ്തു? ആചാര്യം ഉപസംഗമ്യ, ആചാര്യനെ ദ്രോണാചാര്യരുടെ സമീപത്ത്, ആചാര്യൻ്റെ അടുത്ത്, ഉപസംഗമ്യ സമീപത്ത് ചെന്നിട്ട്, വചനം എന്താ ഒരു കാര്യം പറഞ്ഞു. എന്താ വാക്ക് പറഞ്ഞത്? അബ്രവീത് പറഞ്ഞു. പാസ്റ്റ് ടെൻസ് ആണ്. അബ്രവീത് പറഞ്ഞു. ഇവിടെ എന്തിനാണ് രാജാവ് ദ്രോണരോട് ഇത് പറയാൻ പോവുകയാണ്, ആചാര്യനോട് പറയാൻ? ഇവിടെ ആചാര്യൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ദ്രോണാചാര്യരെയാണ്. ഇവിടെ ഇവരെല്ലാം യുദ്ധവിദ്യ പഠിപ്പിച്ച ആചാര്യനോടാണ് ഈ പറയുന്നത്, ദ്രോണാചാര്യരോടാണ് ഈ പറയുന്നത്. ഇതിനൊക്കെ പൂർവ്വകഥകളുണ്ട്. ഇതൊക്കെ മഹാഭാരതത്തിൻ്റെ കോൺടെക്സ്റ്റിലല്ലാതെ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് പറഞ്ഞത് ഇദ്ദേഹം? ഇവിടെ ദുര്യോധനാണ് പറയുന്നത്,
ദുര്യോധനൻ പറഞ്ഞു ആരാണ് പറയുന്നത്? സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയ ഉവാച ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പശ്യൈതാം പാണ്ഡുപുത്രാണാം പശ്യൈതാം പാണ്ഡുപുത്രാണാം പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ചമൂം ആചാര്യമഹതീം ചമൂം ആചാര്യമഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ വ്യൂഢാം ദ്രുപദപുത്രേണ വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ തവ ശിഷ്യേണ ധീമതാ തവ ശിഷ്യേണ ധീമതാ. അപ്പോൾ ഏതാം ചമൂം പശ്യ, ദാ ഈ സൈന്യത്തെ കണ്ടാലും ഹേ ആചാര്യരെ, ദ്രോണാചാര്യരെ, ദാ പാണ്ഡവന്മാരുടെ സൈന്യത്തെ നോക്കൂ. ഏതാം പാണ്ഡുപുത്രാണാം ഏതാം ചമൂം പശ്യ, പാണ്ഡുപുത്രന്മാരുടെ ഈ സൈന്യത്തെ കണ്ടാലും, പാണ്ഡവന്മാരുടെ സൈന്യത്തെ കണ്ടാൽ ഹേ ആചാര്യ, തവ ശിഷ്യേണ ധീമത, ബുദ്ധിമാനായ അതിബുദ്ധിശാലിയായ അവിടുത്തെ അങ്ങയുടെ, അതായത് ആരുടെ? ദ്രോണരുടെ ശിഷ്യൻ്റെ, അയാളാൽ ചമയ്ക്കപ്പെട്ട വ്യൂഢാം മഹതീം വലുതായ ഈ സൈന്യത്തെ ഏതാം ചമൂം പശ്യ കണ്ടാലും. ഇവിടെ എന്താണ് വ്യംഗ്യം എന്നറിയാമോ? ഇവിടെ ഒരാളൊരു ഒരു വാക്യം പറയുമ്പോൾ ചിലരൊന്നും ചിന്തിക്കാതെ ഇൻറ്റൻഷൻ ഇല്ലാത്ത വാക്യങ്ങൾ പറയും. പക്ഷെ മറ്റു ചിലർ അങ്ങനെയല്ല, അവർ വളരെയധികം ഇൻറ്റൻഷൻ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് വാക്കുകൾ പറയുന്നവരാണ്. ദ്രോണാചാര്യരുടെ പശ്ചാത്തലവും അയാളുടെ പഴയ കഥകളും എല്ലാം അറിയാവുന്നവനാണ് ദുര്യോധനൻ. ദുര്യോധനൻ അദ്ദേഹത്തെ ഒന്ന് വളരെയധികം ഉള്ളിൽ തട്ടും വിധം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇവിടെ രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. അതെന്താണ്? തവ ശിഷ്യേണ ധീമത, അതാണ് ഏറ്റവും കൊള്ളിക്കുന്ന വാക്ക്. ദ്രുപദപുത്രേണ ആണ് ഏറ്റവും, ദ്രുപദൻ്റെ പുത്രനായിരിക്കുന്ന ദ്രുപദ രാജകുമാരനാൽ ഒരുക്കപ്പെട്ട സൈന്യത്തെ വ്യൂഹമാക്കി ചമയ്ക്കപ്പെട്ട പാണ്ഡവന്മാരുടെ മഹത്തായ ബലമാർന്ന ഈ സൈന്യത്തെ നോക്കിക്കണ്ടാലും എന്ന് പറയുമ്പോൾ അവിടെ ദ്രുപദൻ, അതായത് പാഞ്ചാലിയുടെ അച്ഛൻ, ദ്രൗപദിയുടെ അച്ഛൻ, എന്തുകൊണ്ടാണ് ദ്രുപദൻ്റെ കൊടി അടയാളമായിരിക്കുന്നത്? വൃക്ഷമാണ്. ദ്രുഹ്, ആരുടെ കൊടി അടയാളമാണോ വൃക്ഷം, അവൻ ദ്രുപദൻ എന്നാണ്. ഇങ്ങനെ ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? അങ്ങയുടെ ശിഷ്യനാണ് ഇയാൾ. അങ്ങയെ അപമാനിച്ച പഴയ ദ്രുപദ രാജാവിൻ്റെ മകനെ ശിഷ്യനായി സ്വീകരിച്ച് അവന് ഈ വിദ്യയെല്ലാം പറഞ്ഞു കൊടുത്ത്, യുദ്ധവിദ്യയെല്ലാം പറഞ്ഞു കൊടുത്തല്ലോ. ഇപ്പോൾ അതിൻ്റെ ഫലം കണ്ടോളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് സാധാരണ നമ്മുടെ മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നൊരു ഭാഷയാണ്. അതായത് അമ്മായിയമ്മ മരുമകൾ പോരിൽ പലപ്പോഴും മരുമകൾ ഭർത്താവിനോട് പറയുന്ന വാക്യവും അമ്മായിയമ്മ മകനോട്, അതായത് ഭർത്താവിനോട് ഭർത്താവിൻ്റെ അമ്മ പറയുന്ന വാക്യവും ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. നീയല്ലേ അവൾക്ക് പുതിയ ബൈക്ക് വാങ്ങിക്കൊടുത്ത്, സ്കൂട്ടർ വാങ്ങിക്കൊടുത്തത്. ഇപ്പോൾ വരുമ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 7 മണി, വൈകിട്ട് 7 മണി. അതാ പറഞ്ഞത്. അപ്പോൾ അതിലെല്ലാം ഉണ്ടല്ലോ. നീ വാങ്ങിക്കൊടുത്ത സ്കൂട്ടർ സമർത്ഥമായി ഓടിക്കുന്ന നിൻ്റെ ഭാര്യ 7 മണിയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറയുന്നതിലെ വ്യംഗ്യം എന്താണ്? അപ്പോൾ ഭർത്താവിൽ എന്തുണ്ടാവുന്നു? ഭർത്താവിൽ ഭാര്യയോട് വിരോധമുണ്ടാവുന്നു, ഉള്ളിൽ ക്രോധമുണ്ടാവുന്നു. ഇവളെവിടെ പോയി കിടക്കുന്നു? അപ്പോൾ അവളോട് ദേഷ്യപ്പെടാനോ അടിക്കാനോ ഒക്കെ കാരണമാവും ആ വാക്ക്. പക്ഷെ അത് എങ്ങനെ നാമം ജപിക്കുന്നതിനിടയ്ക്കാണ് ഈ അമ്മായിയമ്മമാർ പലപ്പോഴും പറയാറുള്ളത് എന്നുള്ളൊരു വളരെ രസകരമായ വൈരുദ്ധ്യമാണ്. നാമം ജപിക്കുന്നത് നല്ല വാക്ക് ഓതുവാനാണ്, നല്ലത് വരാനാണെങ്കിലും പല ആളുകളും പറയുന്ന വാക്കുകൾ അങ്ങനെയല്ല. അത് ഉള്ളിൽ ഒരു അമ്പൊളിപ്പിച്ച് വെച്ചിട്ടാണ്. പണ്ട് നമ്മുടെ കോഴിക്കോട് ഒരു ചൊല്ല് പറയും, പഴത്തിൻ്റെ ഉള്ളിൽ സൂചി ഒളിപ്പിക്കുന്നയാളാണ് എന്ന്. ശത്രു വരുമ്പോൾ പഴം തിന്നാൻ കൊടുക്കുന്നത് തെറ്റാണോ? അല്ല. പക്ഷേ പഴത്തിനുള്ളിൽ ചെറിയ സൂചി ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? ഇതാണ് കോഴിക്കോട് എപ്പോഴും പറയുന്ന കാര്യമാണ്. അയാൾ മൂപ്പര് നല്ല ആളാണ്,
പഴത്തിനുള്ളിൽ സൂചി കിട്ടുന്ന ആളാണ്. എന്നുവെച്ചാൽ ശത്രു മധുരമായ പഴം തിന്നുകയും സൂചി തൊണ്ടയിൽ കുടുങ്ങി ചാവുകയും ചെയ്യും, അതാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത്. അയാൾ സ്തുതിക്കുകയല്ല, സ്വന്തം ആചാര്യനെ പഴമ ഓർമ്മിപ്പിച്ച് അല്പം വേദനിപ്പിച്ചിട്ടാണെങ്കിലും വീറോടുകൂടി വാശിയോടുകൂടി പാണ്ഡവ സൈന്യത്തെ നശിപ്പിക്കാൻ അദ്ദേഹം ചിന്തിക്കണം, സമർത്ഥമായി യുദ്ധം ചെയ്യണം. അതിനുവേണ്ടി ദുര്യോധനൻ ഒരു വളരെ എന്താ പറയുക, മോശപ്പെട്ട മാർഗത്തെ എടുക്കുകയാണ് ഇവിടെ. അത്തരം വാക്കുകൾ പറയരുതെന്നാണ് പൊതുവെ പറയുക. ഭാഷ ഋജുവായിരിക്കണം, ഭാഷ ഉള്ളിൽ മുള്ളു വെച്ച് പറയരുതെന്നാണ് പറയുക പൊതുവെ. ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രുപദൻ്റെ മകൻ ധൃഷ്ടദ്യുമ്നാൽ ഇവിടെ വൃത്തിയായിട്ട് ചമയ്ക്കപ്പെട്ട പാണ്ഡവന്മാരുടെ സൈന്യത്തെ നോക്കൂ. എത്ര മഹത്തായ, മഹതീം ചമവും എന്നാണ്, മഹത്തായ ചമവും, മഹത്തായ ആ സൈന്യത്തെയാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ ഈ സൈന്യം പാണ്ഡവന്മാർ ഇതിനെ കാട്ടിൽ അലഞ്ഞു നടന്ന് യാതൊരു പോഷക സമൃദ്ധമായ ആഹാരവുമില്ലാതെ നടന്നവന്മാർ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്ര വിദഗ്ധമായി ഈ സൈന്യത്തെ ചമച്ചു? അതിന് ധൃഷ്ടദ്യുമ്നൻ അല്ല ശരിക്കും കാരണക്കാരൻ, മറിച്ച് ദ്രോണർ തന്നെയാണെന്നാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം ദ്രോണരാണല്ലോ ഇവനെയൊക്കെ ഇത് പഠിപ്പിച്ചത്. അപ്പോൾ ഇത് വളരെ ദുഷ്ടമായ വാക്കാണ്, പക്ഷെ പുറമേ കേട്ടാൽ ഒരു സ്തുതിയായിട്ട് തോന്നും. എങ്ങനെ? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ, ദ്രുപദൻ്റെ മകൻ, തവ ശിഷ്യേണ ധീമത, അങ്ങയുടെ ശിഷ്യന്മാരിൽ അതിബുദ്ധിശാലിയായിരിക്കുന്ന എന്നാണ്. അങ്ങയുടെ ശിഷ്യനായി, തവ ശിഷ്യേണ, അങ്ങയുടെ ശിഷ്യനാൽ. എങ്ങനെയുള്ള ശിഷ്യനാണ്? അവൻ്റെ വിശേഷണം എന്താണ്? ധീമത, വളരെ ബുദ്ധിയുള്ള, അതിബുദ്ധിമാനാണ് അങ്ങയുടെ ശിഷ്യൻ. ഇപ്പോൾ നമുക്ക് ഇവനില്ലായിരുന്നെങ്കിൽ, ഇവൻ ഒറ്റ ഒരുത്തനില്ലായിരുന്നെങ്കിൽ, ദുര്യോധനൻ്റെ ചിന്ത എന്താണ്? ഈ ധൃഷ്ടദ്യുമ്നൻ എന്ന ഒറ്റ ഒരുത്തനില്ലായിരുന്നെങ്കിൽ യുദ്ധമേ വേണ്ടായിരുന്നു, പാണ്ഡവന്മാർ കീഴടങ്ങിയനെ, നശിച്ചേനെ. ധൃഷ്ടദ്യുമ്നൻ ഇങ്ങനെ മുമ്പിൽ വന്ന് ഈ പടയെ ചമച്ചതുകൊണ്ടല്ലേ ആചാര്യരെ നമ്മളിത്ര കഷ്ടപ്പെട്ട് യുദ്ധത്തിന് പുറപ്പെട്ട് വന്നത് എന്നൊരു വ്യംഗ്യം അതിലിരിക്കുകയാണ്. ഇത് വളരെ രസകരമായ, അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ടുന്ന, മനസ്സിനെ മഥിക്കുന്ന ഭാഗമാണിത്. കാരണം ഓരോ മനുഷ്യരും പറയുന്ന വാക്കുകളിൽ, നേരത്തെ ഞാൻ കോഴിക്കോട്ടെ ചൊല്ലു പറഞ്ഞില്ലേ, പഴത്തിനുള്ളിൽ ഒളിപ്പിച്ച സൂചി ഇരിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ഞങ്ങളെല്ലാം, അത് ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും പണ്ടേ പറയും, പഴം കുരങ്ങനെ പോലെ കടിച്ചു തിന്നില്ലടാ, പഴം ഒടിച്ചേ കഴിക്കാവൂ എന്ന് പറയും. നിങ്ങൾ നോക്കിയാൽ ബ്രാഹ്മണരുടെ കുടുംബങ്ങളിൽ പോയാൽ പഴം ഒടിച്ചേ കഴിക്കൂ. അതങ്ങനെ ജാതി പറയല്ല കേട്ടോ, ഞാൻ പറഞ്ഞ അങ്ങനൊരു ബുദ്ധി പണ്ടേ ഉണ്ട്. പഴം ഒടിച്ച് കഴിക്കുക. ചിലർ പഴം തൊലിയാൻ കഴിച്ചാൽ കുരങ്ങിൻ്റെ പോലെ അങ്ങ് തിന്നാൻ തുടങ്ങും. പഴം ഒടിച്ച് കഴിക്കുന്നതിന് പിന്നിലൊരു രഹസ്യമുണ്ട്. അതിതാണ്, അതിനുള്ളിൽ സൂചി ഉണ്ടെങ്കിലോ എന്ന അമിത ബുദ്ധിയാണത് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അടുത്ത ശ്ലോകം കൂടി. അത്ര ശൂരാ മഹേശ്വാസ, അത്ര ശൂരാ മഹേശ്വാസ, അത്ര ശൂരാ മഹേശ്വാസ, ഭീമാർജുന സമായുധി, ഭീമാർജുന സമായുധി, ഭീമാർജുന സമായുധി, യുയുധാനോ വിരാടശ്ച, യുയുധാനോ വിരാടശ്ച, യുയുധാനോ വിരാടശ്ച, ദ്രുപദശ്ച മഹാരഥ, ദ്രുപദശ്ച മഹാരഥ, ദ്രുപദശ്ച മഹാരഥ. അതാണ് അടുത്ത ശ്ലോകം. അത്ര എന്ന് പറഞ്ഞ് ഇവിടെ ഈ പാണ്ഡവ സൈന്യത്തിൽ യുദ്ധത്തിൽ ശൂരന്മാരായും ഭീമനോടും അർജുനനോടും സമന്മാരായിട്ടുള്ള, ഭീമാർജുന സമാ, അങ്ങനെയുള്ള മഹേശ്വാസാ, വലിയ വില്ലുകളോടുകൂടിയവരും, വെച്ചാൽ വലിയ അതിശക്തമായിട്ടുള്ള അവരുടെ കായബലം, ശരീരബലത്തെയാണ് പറയുന്നത്. വലിയ വില്ലുകളോടുകൂടിയ യുയുധാനൻ, വിരാട രാജാവ്, മഹാരഥനായ ദ്രുപദൻ, ഇവരെയൊക്കെയാണ് ഓരോരുത്തരായിട്ട് എടുത്തെടുത്ത് പറയാൻ പോവാണ്. ഈ യുയുധാനൻ എന്നൊരു പദത്തിൻ്റെ അർത്ഥം നോക്കുക. യുയുധാനൻ എന്ന് പറഞ്ഞാൽ അതായത് എക്സലൻറ്റ് അറ്റ് ദി ആർട്ട് ഓഫ് വാർ, യുദ്ധത്തിൽ സമർത്ഥൻ എന്നർത്ഥം. അതിസമർത്ഥമായി യുദ്ധം ചെയ്യുന്നവനാണ് യുയുധാനൻ എന്ന് പറയുന്നത്. ഇവിടെ യുയുധാനൻ ആരാണ്? സാത്യകിയാണ് ഈ പറയുന്നത്, സാത്യകി. യുയുധാനനാവട്ടെ അർജുനൻ്റെ ശിഷ്യനാണ്.
അർജുനൻ പഠിപ്പിച്ച ആളാണ്. അടുത്ത് വിരാടനെയാണ് പറഞ്ഞത്. വിരാടൻ്റെ പ്രത്യേകത എന്താണ്? വിശേഷേണ രടയതി എന്നുവെച്ചാൽ ശത്രുക്കളെ നിലവിളിപ്പിക്കുന്നതുകൊണ്ടാണ് അവനങ്ങനെ പേര്, വിരാടൻ എന്ന് പേര്. എന്താ സുരേഷ് ജി പറയുന്നത്? അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞത്. ഇവരെല്ലാവരും, അതായത് പ്ലൂരലാണ്, മഹേശ്വാസാഹ് എന്നാണ്, പ്ലൂരലാണ്. ഒരാളെ അല്ല പറയുന്നത്. ഇവിടെയുള്ള എല്ലാവരും വലിയ വില്ല്, മഹത്തായ കോദണ്ഡം ധരിച്ചിരിക്കുന്ന, മഹത്തായ വില്ല് മഹേശ്വാസ, മഹത്തായ വില്ലുകൾ ധരിച്ചിരിക്കുന്ന വില്ലാളി വീരന്മാരാണ് എല്ലാവരും. അതുകൊണ്ടാണ് പ്ലൂരൽ കൊടുത്തത്. യുയുധാനെ പറ്റി മാത്രമല്ല. അത്ര ശൂര മഹേശ്വാസ, അത്ര ശൂരാ, ശൂരന്മാരായും ഉള്ളവർ. ശൂരാ വിസർഗം ഉണ്ട്, ശൂരാ എന്ന് ശൂരന്മാർ, അത് പ്ലൂരലാണ്. മഹേശ്വാസ പ്ലൂരലാണ്, ഒരാളെ പറ്റിയല്ല, എല്ലാവരും അങ്ങനെയുള്ളവരാണെന്നാണ്. ഈ പാണ്ഡവ സൈന്യത്തിൽ അണിനിരന്നിരിക്കുന്ന യോദ്ധാക്കൾ എല്ലാവരും തന്നെ ഒരേപോലെ കഴിവുള്ളവരാണ്, മഹത്തായ വില്ല് ധരിച്ചിരിക്കുന്നവരാണ്, മഹത്തായ യുദ്ധം ചെയ്യാൻ കഴിവുള്ളവരാണ്, മഹാരഥന്മാരാണ്. അതെ, സാത്യകി അർജുന ശിഷ്യനാണ്. അതിശയകരമായ യുദ്ധം ചെയ്യുന്നവരാണ് യുയുധാൻ. അതായത് എക്സലൻറ്റ് അറ്റ് ദി ആർട്ട് ഓഫ് വാർ എന്നാണ്. യുദ്ധത്തിൻ്റെ കലയിൽ അതിനിപുണനാണ് യുയുധാനൻ. എന്തുകൊണ്ടങ്ങനായി? അതിനാണ് പറയുന്നത് അദ്ദേഹം അർജുന ശിഷ്യനാണ് എന്ന് പറയാൻ കാരണം. അർജുനൻ ലോകൈക വില്ലാളി വീരനാണെന്നറിയാമല്ലോ. അപ്പോൾ ഇവിടെ ശത്രുക്കളെ വിശേഷേണ രടയതി, അതായത് ശത്രുക്കളെ നിലവിളിപ്പിക്കുന്നവനാണ്, നെഞ്ചത്തടിച്ച് നിലവിളിപ്പിക്കുന്നവനാണ് ആര്? വിരാടൻ. അതായത് അയാൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ശത്രുക്കളെ നിലവിളിച്ച് ഓടേണ്ടി വരും. അയാൾക്ക് അങ്ങനെ പേര്. ഇതൊക്കെ ഇവരുടെ ശരിയായ പേരാണോ എന്ന് വെച്ചാൽ അന്നൊക്കെ അങ്ങനെയാണ് പേരിടുന്നത്. സുമേഷ്, മഹേഷ് ശിവൻ്റെ പേരാണ്. സുമേഷ് എന്ന് വെച്ചാൽ കാമദേവൻ എന്നർത്ഥമല്ലേ സുമേഷ്. അതിനൊക്കെ അർത്ഥമുണ്ടല്ലേ. ഷ് നേടുമ്പോഴാണ് നമുക്ക് പ്രശ്നം. പോട്ടെ. ഇനല്ലെങ്കിൽ എന്തൊക്കെയാണ് പേരിടുന്നത്? പല പല പേരാണ്. ഗിബിൻ, ഗുബിൻ, മുബിൻ, ജിബിൻ, ഗുബിൻ, ഇങ്ങനെയൊക്കെ പേരിടും ഹിന്ദുക്കൾ. എന്താ അർത്ഥം? ഒന്നുമില്ല, കിഴങ്ങനായിട്ട് അവൻ വളരും. ഒരുത്തിന് വിരാടൻ എന്ന് പേരിട്ട് അതിൻ്റെ അർത്ഥവും അച്ഛൻ പറഞ്ഞു കൊടുക്കണം. നീ ശത്രുക്കളെ നിലവിളിപ്പിക്കുന്നവനെ, പിന്നെ അവൻ അഭിമാനം കൊണ്ട് അവൻ നന്നായി യുദ്ധം ചെയ്യുന്നവനായിത്തീരുന്നത്. അന്നത്തെ കാലത്തെ കാഴ്ചപ്പാട് അതാണ്. പേരിടുമ്പോൾ ആ പേരിനൊരു അർത്ഥം ഉണ്ടായിരിക്കണം. ആ അർത്ഥം തൻ്റെ കുലത്തിൻ്റെ മഹിമയെ വിളിച്ചോതുന്നതായിരിക്കണം എന്നൊക്കെയുള്ള നിർബന്ധ ബുദ്ധി അക്കാലത്തെ ആളുകൾക്കുണ്ടായിരുന്നു എന്നാണ് ഈ പേരുകൾ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ദ്രുപദനെ പറഞ്ഞു. ദ്രുപദൻ പാഞ്ചാലിയുടെ അച്ഛനാണ്. അടുത്തുകൂടി ചൊല്ലുമ്പോൾ എല്ലാം കൂടി മനസ്സിലാവും. ദ്രുപദൻ മഹാരഥനാണെന്നും പറഞ്ഞിരിക്കുന്നു. ശരി, അതെ, അതിലേക്കാണ് വരുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ പറയാം. ഇത് രണ്ട് താഴെ വീണ്ടും മഹാരഥ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാം. ഈ മഹാരഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഏകോദശ സഹസ്രാണി യോധയേദ്യസ്തു ധന്വിനാം ശസ്ത്രശാസ്ത്രപ്രവീണശ്ച മഹാരഥ ഇതി സ്മൃത എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും ശസ്ത്രവും ശാസ്ത്രവും ഒരുപോലെ പയറ്റാൻ കഴിവുള്ളവനാണ് മഹാരഥൻ. വില്ലെടുത്ത് തന്നോട് എതിർത്ത് നിൽക്കുന്ന 10,000 പേരോട് എതിർത്ത് യുദ്ധം ചെയ്യാൻ സാമർഥ്യമുള്ളവൻ മഹാരഥൻ. ഏകോദശ സഹസ്രാണി യോധയേദ്യസ്തു ധന്വിനാം, അതായത് വില്ല് ധരിച്ചിരിക്കുന്ന, യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന, ആയുധമേന്തിയ 10,000 ശത്രുക്കളോട് ഒരേ സമയത്ത് നേരിടുവാനും അവരെ തോൽപ്പിക്കുവാനും കഴിവുള്ളവൻ മഹാരഥൻ. ഇവിടെ ഏതെങ്കിലും ഊച്ചാളി രാഷ്ട്രീയക്കാരൻ മരിക്കുമ്പോൾ പിറ്റേന്ന് പത്രത്തിൽ കാണാം അദ്ദേഹം രാഷ്ട്രീയ രംഗത്തിന് മഹാരഥനായിരുന്നു എന്ന്. ഈ പദങ്ങളെല്ലാം നമ്മൾ അനർഹർക്ക് ചാർത്തി കൊടുത്ത് പദങ്ങൾ സ്വയം ലജ്ജിച്ച് വാഗ്ദേവത പണി അവസാനിപ്പിച്ച് എന്താണ് പറയുക, ഒരു ദിവസക്കൂലിക്കൊരു ജോലി ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ എന്താണ് പേര്, തൊഴിലുറപ്പ്. സരസ്വതി ദേവി തൊഴിലുറപ്പിന് പോവുകയാണ് ഇപ്പോൾ. കാരണം അമ്മ സൃഷ്ടിച്ച വാക്കുകളെല്ലാം അനർഹർക്ക് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. മഹാമഹിമ, മഹാത്മാ, ആചാര്യ,
ശബ്ദങ്ങളെല്ലാം തന്നെയും അതിന് യോഗ്യതയില്ലാത്തവർക്ക് ചാർത്തി കൊടുക്കുന്ന കലികാലത്ത് സരസ്വതി ദേവിയെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എങ്ങാനും കണ്ടാൽ അതിശയിക്കേണ്ടതില്ല. കാരണം അവർക്കിപ്പോൾ വേറെ പണി, പുതിയ വാക്കുകൾ ഉണ്ടാക്കി കൊടുത്താൽ ഈ ഖലന്മാർ അത് അവർക്ക് തോന്നിയ ആൾക്കാർക്ക് ചാർത്തി കൊടുക്കും. അതാണ് അപ്പോൾ ഇതോടെ പറഞ്ഞെന്താണ്, ഏകോദശ സഹസ്രാണി യോധയേദ്യസ്തു ധന്വിനാം. അതായത് വെറുതെ നിൽക്കുന്നവനോടോ കടയിൽ സാധനം വാങ്ങാൻ വന്നവനെയൊക്കെ പോലീസുകാർ ചള്ളക്കടിക്കുന്ന പോലെ അല്ല, അല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ പോയതിനെ പള്ളക്കിട്ട് കുത്തുന്ന പോലെ അല്ല. ആയുധമെടുത്ത് പോരാടാൻ തയ്യാറായി നിൽക്കുന്ന സമർത്ഥരായ വില്ലാളി വീരന്മാരായ 10,000 പേരോട് ആരൊരുവൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യുന്നുവോ അവൻ മഹാരഥൻ. അവൻ വെറുതെ അല്ല, ആയുധശാസ്ത്രത്തിൽ ആയുധ പ്രയോഗത്തിൽ, അതാണ് ശസ്ത്രശാസ്ത്രപ്രവീണശ്ച മഹാരഥ ഇതി സ്മൃത. അവൻ വെറുതെ അല്ല, ആയുധമേന്തിയവനുമാണ്, അവൻ ആയുധം പ്രയോഗിക്കാനും അറിയാം, ആയുധശാസ്ത്രവും അറിയാം. അങ്ങനെയുള്ളവനെ മഹാരഥൻ എന്ന് വിളിക്കാവൂ എന്നാണ് മഹാഭാരത കാലത്തെ ചിന്ത. അതിപ്പോൾ പറയേണ്ടതായിരുന്നില്ലെങ്കിലും അമ്മ അത് നേരത്തെ ചോദിച്ചുകൊണ്ട് ആ ഉത്തരം പറഞ്ഞെന്ന് മാത്രം. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം, എന്നിട്ട് 6 വരെ ചൊല്ലിയിട്ട് ഇന്നത്തെ നിർത്താം. ധൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ. അത് അറിയാലോ, വീര്യവാനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, കുന്തിയുടെ അച്ഛനാണ് കുന്തിഭോജൻ. വസുദേവരുടെ സഹോദരിയായ പൃഥയെ അവളുടെ അച്ഛൻ ശൂരസേനൻ പ്രിയപ്പെട്ട സുഹൃത്തായ കുന്തിഭോജന് ദത്തു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൃഥയുടെ അല്ലെങ്കിൽ കുന്തിയുടെ അച്ഛനാണ് ആര്? കുന്തിഭോജൻ. വീര്യവാനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ, ശിബിയുടെ വംശത്തിൽ ജനിച്ചവനാണ് മനുഷ്യരിൽ ശ്രേഷ്ഠനായ ശൈബ്യൻ. അടുത്ത മന്ത്രം യുധാമന്യുശ്ച വിക്രാന്ത. ഉത്തമൗജാശ്ച വീര്യവാൻ. സൗഭദ്രോ ദ്രൗപദേയാശ്ച. സർവ ഏവ മഹാരഥാഃ. ഒരു നിമിഷം. ഇവിടെ നമ്മൾ കണ്ടു, ആദ്യം മുതൽ പറയാണ്, ഈ പാണ്ഡവ സൈന്യത്തിൽ യുദ്ധത്തിൽ ശൂരന്മാരായിട്ടുള്ള ഭീമനോടും അർജുനനോടും സമന്മാരായിട്ടുള്ളവരുമായ വലിയ വില്ലുകളേന്തിയിട്ടുള്ള യുയുധാനൻ, വിരാടൻ, മഹാരഥനായ ദ്രുപദരാജാവ്, ധൃഷ്ടകേതു. ഈ ധൃഷ്ടകേതു എന്ന് പറയുമ്പോൾ കുന്തിയുടെ സഹോദരിയായ ശ്രുതകീർത്തിയുടെ ഭർത്താവാണ്, കേകയ രാജാവാണ്. കുന്തിയുടെ സഹോദരിയാണ് ശ്രുതകീർത്തി. ശ്രുതകീർത്തിയുടെ ഭർത്താവായ കേകയ രാജാവാണ്. എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനൊരു പേരിട്ടിരിക്കുന്നത്? ധൃഷ്ടകേതു. ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കുന്ന കേതുവോടുകൂടിയവനാണ്. പിന്നെ ചീകിതാനൻ്റെ പുത്രൻ, വീര്യവാനായ കാശിരാജാവ്, കാശിരാജ, പുരുജിത്ത്, കുന്തിഭോജശ്ച, നരപുംഗവ, ശൈബ്യശ്ച, വിക്രാന്ത, യുധാമന്യുവാണ് അടുത്ത ആൾ. അത് നമ്മൾ ചൊല്ലിയോ? ചൊല്ലിയല്ലോ, യുധാമന്യു. യുധാമന്യുശ്ച വിക്രാന്ത ചൊല്ലി. യുധാമന്യു. യുദ്ധത്തിൽ ഭയങ്കരമായ കോപത്തോടു കൂടി ശത്രുക്കളെ ആക്രമിക്കുന്നവനാണ്.
മന്യു എന്ന് പറഞ്ഞാൽ കോപമെന്നാണ്. ക്രോധം, മന്യു. യുധാമന്യു, യുദ്ധത്തിൽ കോപത്തോടുകൂടി ശത്രുക്കളെ ആക്രമിക്കുന്ന ആളാണ്. വീര്യവാനായ ഉത്തമൗജ, ഉത്തമമായ ഓജസ്. ഓജസ് ബലമാണ്. ആയുർവേദത്തിലും പറയും, യോഗത്തിലും പറയും, ശുക്ലത്തെ അനാവശ്യമായി ബഹിർഗമിപ്പിച്ചാൽ പുരുഷൻ്റെ ഓജസ് കുറയുമെന്ന് പറയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഈ ശത്രുക്കൾ ആക്രമിക്കാൻ വേണ്ടി പോകുമ്പോൾ പെണ്ണുങ്ങളെ നോക്കിയിരുന്നാൽ യുദ്ധം നടക്കില്ല. അപ്പോൾ ഈ മനസ്സിൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് ഓജസ്സിനെ ബലപ്പെടുത്തി ഓജസ്സിനെ വളർത്തിയാൽ മാത്രമേ അവന് യുദ്ധം ചെയ്യാനോ സ്പോർട്സിൽ പിന്നെ ഫുട്ബോൾ കളിക്കാനോ ബോക്സിങ്ങിന് പങ്കെടുക്കാനോ ഒക്കെ ആ ഒരു ട്രെയിനിങ് സമയത്ത് അവരെല്ലാം ഈ വീര്യത്തെ സംരക്ഷിക്കുന്നവരാണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ആ സീസണിൽ മാത്രം. അപ്പോൾ അതായത് ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ സന്യാസ ലക്ഷ്യമില്ലാത്തവനാണെങ്കിൽ അവന് ഈ പറഞ്ഞ പോലെ ഒക്കേഷണലായിട്ടുള്ള ബ്രഹ്മചര്യം ആവശ്യമാണ്. എന്തെങ്കിലും നേടാനൊക്കെ ഉള്ളവർ, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നീറ്റ് പാസ്സാവണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ MD എടുക്കണം ഡോക്ടർക്ക്. അപ്പോൾ അത് ആ സമയത്ത് അവൻ സകല ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറി അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വീര്യം തന്നിൽ നിന്ന് ഒലിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് പ്രധാനമാണ്. അതെൻ്റെ ശരീരത്തിൻ്റെ ബലത്തോട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ലക്ഷ്യം നേടാനുള്ളപ്പോൾ ഗൃഹസ്ഥർ പോലും ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ്. നമ്മുടെ ശബരിമല വ്രതമൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഗൃഹസ്ഥനും വീര്യസമ്പാദനം ചെയ്തു കൊള്ളണം ആ സമയത്ത് എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞെന്ന് മാത്രം. കാരണം വിവേകാനന്ദ സ്വാമികൾ പറയുമായിരുന്നല്ലോ, വീര്യം കെട്ട ഓജസ് കെട്ട ഹിന്ദുക്കളാണ് ആ കാലത്ത് ബ്രിട്ടീഷുകാരുടെ അടിമകളായി തീർന്നതെന്ന്. അതിനിപ്പോഴും മാറ്റമൊന്നുമില്ല. ബ്രിട്ടീഷുകാരനും അമേരിക്കക്കാരനും ചൈനക്കാരനും നമ്മളെ ഇപ്പോൾ ഭരിക്കുന്നത് മൊബൈൽ ഫോണിലൂടെയും ലാപ്ടോപ്പിലൂടെയും ആണെന്ന് മാത്രം വ്യത്യാസം. അന്നത്തെ വെപ്പൺസ് അല്ല ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നത്. അതിലും പിന്നെ തരളതരമായ എന്താ പറയുക സുകുമാര കലകളിലൂടെയാണ് നമ്മളെ ഇപ്പോൾ അവരടിമപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രം. അപ്പം ഓജസ്സില്ലാത്തവൻ, അതായത് ശരീരത്തിൽ ബലമില്ലാത്തവൻ ഇതിനെല്ലാം അടിമപ്പെടുകയും ചെയ്യും. പുട്ടു പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇഡലി ഉണ്ടാക്കി അമ്മയെ തല്ലുന്നതല്ല ബലം. ഒന്നുകൂടി പറയാം. പുട്ടു പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇഡലി ഉണ്ടാക്കിയ നിരപരാധിയായും ദുർബലയുമായിരിക്കുന്ന അമ്മയെ തല്ലുന്നതിലല്ല ബലം, മറിച്ച് സമൂഹത്തിലെ എല്ലാ അനീതിയോടും പോരടിക്കാനുള്ള കരബലം, ആത്മബലമാണ് ബലം. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ബലം. ഇവിടെ വീര്യത്തോടു കൂടിയ ഉത്തമമായ ഓജസ്സോട് ഉത്തമൗജ. പിന്നെ അടുത്ത ആരാണ് പറയുന്നത്? സൗഭദ്ര, സുഭദ്രയുടെ പുത്രനായ അഭിമന്യു. സൗഭദ്ര എന്ന് പറഞ്ഞാൽ ആരാണ്? സുഭദ്രാപുത്രനായ അഭിമന്യു. ദ്രൗപദേയാശ്ച, പാഞ്ചാലിയുടെ പുത്രന്മാരും. പാഞ്ചാലിയുടെ പുത്രൻ ദ്രൗപദേയാശ്ച, ദ്രൗപദേയാശ്ച എന്ന് പറഞ്ഞു. പാഞ്ചാലിയുടെ പുത്രന്മാർ. ദ്രൗപദിയിൽ ധർമ്മപുത്രർക്കുണ്ടായ മക്കളാണ്, പിറന്നവനാണ് ആര്? പ്രതിവിന്ധ്യൻ. പ്രതിവിന്ധ്യൻ അവൻ്റെ പേര്. ആരുടെ മകനാണ്? ധർമ്മപുത്രർക്ക് ദ്രൗപദിയിലുണ്ടായ കുട്ടിയാണ്. ഭീമസേനന് ദ്രൗപദിയിലുണ്ടായ കുട്ടിയാണ് സുതസോമൻ. സുതസോമൻ എന്നാ പേര്. അർജുനന് ദ്രൗപദിയിലുണ്ടായി ശ്രുതകീർത്തി എന്നൊരു കുട്ടി. അർജുനന് ദ്രൗപദിയിലുണ്ടായി ശ്രുതകീർത്തി. നകുലന് ദ്രൗപദിയിലുണ്ടായി ശതാനീകൻ. ശതാനീകൻ 100 പടയോട് കൂടിയെന്നൊക്കെ പറയാം. സഹദേവന് ദ്രൗപദിയിലുണ്ടായ കുട്ടിയാണ് ശ്രുതസേനൻ. ശ്രുതസേനൻ. നല്ല പേര്, എന്ത് നല്ല പേരുകളാണല്ലേ.
ഡിഷ്ക്യു ബിഷ്ക്യു എന്നൊക്കെ ഇടുന്നതിനേക്കാളൊക്കെ അത്രയും നല്ല പേരല്ലേ, അർത്ഥമുള്ള പേരുകളാണ്. ഇങ്ങനെ അതാണ് ദ്രൗപദേയാശ്ച എന്ന് പറയാം. പാണ്ഡവ പക്ഷത്ത് അണിനിരന്നിരിക്കുന്ന ദ്രൗപദിയുടെ പുത്രന്മാരാണ് പ്രതിവിന്ധ്യനും സുതസോമനും ശ്രുതകീർത്തിയും ശതാനീകനും ശ്രുതസേനനും. ഇവരെപ്പറ്റിയെല്ലാം ആദിപർവത്തിൽ മഹാഭാരതത്തിലുണ്ട്, വേണ്ടവർക്കെടുത്ത് വായിക്കാവുന്നതാണ്. ചുമ്മാ ഞാൻ കൈ നിന്നിട്ട് പറഞ്ഞല്ല ഈ പേരുകളൊന്നും. ശരി, ഇങ്ങനെയുള്ള മഹാരഥന്മാരാണ് ഇവരെല്ലാവരും. അങ്ങനെയുള്ള സൈന്യമാണ് ധൃഷ്ടദ്യുമ്നൻ ഒരുക്കി കൊടുത്തിരിക്കുന്ന പാണ്ഡവർക്കെന്നാണ് ആചാര്യനായ ദ്രോണരോട് ദുര്യോധനൻ പോയിട്ട് ഉണർത്തിക്കുന്നത്. അപ്പോൾ ആരാണ് മഹാരഥൻ എന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അർത്ഥം ഗ്രഹിക്കുക. ഇന്നിത്ര മതി. തൊണ്ടയ്ക്ക് എത്ര സുഖമില്ല, യാത്രയുടെ ഇതുകൊണ്ടാണെന്നറിയില്ല, തൊണ്ട അടച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. ഹര നമഃ പാർവതീ പതയേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. സദ്ഗുരുസ്വാമിനഃ ജയ്. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല. ശ്രീരാമജയം. ശ്രീരാമജയം.